കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷകളിൽ അവിടുത്തെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രസംഗ രീതി ഉപമകൾ പറഞ്ഞുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ജനത്തോട് അരുളി ചെയ്തിരുന്നത്. ഇവിടെ ദൈവരാജ്യം എന്താണെന്ന് പറയുന്ന ഉപമകളുടെ ഒരു വലിയ സംഖ്യ നമുക്ക് മത്തായി സുവിശേഷം 13 കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 13-ാമത്തെ അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന ഉപമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് വയലിൽ ഒളിപ്പിച്ചു വച്ച നിധിയുടെ ഉപമ. പ്രധാനമായിട്ടും ഇതിന് 2 വ്യാഖ്യാനങ്ങൾ കൊടുക്കാനാണ് എനിക്ക് ഈ രാവിലെ സമയം താല്പര്യമുള്ളത്. 2 വ്യാഖ്യാനങ്ങൾ ഈ ദൈവവചന ഭാഗത്തു നിന്ന് കണ്ടെത്താനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ആ 2 വ്യാഖ്യാനങ്ങളും നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് നൽകുന്ന 1-ാമത്തെ വ്യാഖ്യാനം, വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധി എന്നത് സംബന്ധിച്ച് നൽകുന്ന 1-ാമത്തെ വ്യാഖ്യാനം, ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, ദൈവരാജ്യത്തിൻ്റെ ആനന്ദം, കർത്താവ് യേശു ക്രിസ്തുവിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഈ ലോകത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ്. അഥവാ എല്ലാ മനുഷ്യർക്കും കാണാൻ കഴിയുന്ന നിലവാരത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതിനൊരർത്ഥമില്ല. മറിച്ച് ഇത് കണ്ടെത്താൻ കഴിയേണ്ടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ദൈവം തന്നെ ഇത് നമ്മൾക്ക് കാണിച്ചു തരേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ അനേകം ആൾക്കാരുണ്ട്, എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള സന്തോഷം, ദൈവരാജ്യത്തിൻ്റെ ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എല്ലാ മനുഷ്യർക്കും കിട്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. അത് മറച്ചു വച്ചിരിക്കുന്ന ഒരു നിധിക്ക് തുല്യമാണ്. ദൈവകൃപയാൽ ആ നിധി കണ്ടെത്താൻ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ, ആ നിധി നമ്മുടെ അടുക്കലും എത്തിച്ചേർന്നെങ്കിൽ, അത് നമുക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അനേകം പേർക്കും മറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിധി, അഥവാ യേശു ക്രിസ്തുവിലുള്ള ആനന്ദത്തിൻ്റെ നിധി, യേശു ക്രിസ്തുവിലുള്ള നന്മകളുടെ നിധി, നിത്യജീവനെക്കുറിച്ചുള്ള വെളിപ്പാട്. ഇതൊക്കെ മറഞ്ഞിരിക്കുന്നതാണ്, അനേകം പേർക്കും ഇന്നും മറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ദൈവകൃപയാൽ കർത്താവ് നമ്മുടെ കണ്ണിൽ അത് കാണിച്ചതോർത്ത്, ദൈവകൃപയാൽ കർത്താവ് നമ്മളെ അതിലോട്ട് നടത്തിയതോർത്ത് ഇന്ന് രാവിലെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നും യേശു ക്രിസ്തു എന്ന ആ വലിയ നിധി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ സന്തോഷമെന്ന ആ വലിയ നിധി കണ്ടെത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാവിലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ ഒരു നിധിയുണ്ട്. അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അതിലേക്ക് വന്നു ചേരേണ്ടിയിരിക്കുന്നു. അതിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയുള്ളവരായി തീരുന്നത്. ഇവിടെ ആ മനുഷ്യൻ ആ വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ നിധി കണ്ടിട്ട് പോയി അദ്ദേഹം തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ തന്നെ സ്വന്തമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് ഏറ്റവും വലിയൊരു നിധിയാണ്. നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകമാകുന്ന വയലിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയാണ് കർത്താവ് യേശു ക്രിസ്തു. അത് കണ്ടെത്തേണ്ടതിന്, അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള എന്തൊന്നിനേക്കാളും അധികം ആ കർത്താവിനെ സ്നേഹിക്കാൻ, സേവിക്കാൻ, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാൻ ഞാൻ നിങ്ങളെ ഈ ദൈവവചനത്താൽ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇത് ആ ദൈവവചന ഭാഗത്തിൻ്റെ 1-ാമത്തെ വ്യാഖ്യാനമാണ്. ഇനി 2-ാമത്തെ ഒരു വ്യാഖ്യാനം കൂടി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ 2-ാമത്തെ വ്യാഖ്യാനം അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. 1-ാമത്തെ വ്യാഖ്യാനം മനുഷ്യനോടുള്ള ബന്ധത്തിലാണെങ്കിൽ, 2-ാമത്തെ വ്യാഖ്യാനം ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഈ ലോകത്തിൽ യേശു ക്രിസ്തു നമുക്ക് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നാം ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയാണ്. ഒരിക്കൽ കൂടി പറയാം, ദൈവഭാഗത്ത് നിന്ന് അത് ദൈവം നമ്മളെ ഒരു നിധിയായി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് യേശുക്രിസ്തു ഒരു നിധിയാണെന്നും അതിനെ നമ്മൾ കണ്ടെത്തുന്നതാണ് ഭാഗ്യമെന്നെങ്കിൽ, 2-ാമത്തേത് ദൈവമുഖമായിട്ടുള്ള കാര്യമാണ്, ദൈവോന്മുഖമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മെ കർത്താവ് ഒരു വലിയ നിധിയായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ലോകത്തിൽ എത്രയോ ആൾക്കാരുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ ആരുടെ അടുക്കലും ഈ ദൈവസ്നേഹം എത്തുന്നതിന് മുമ്പ് ഇന്നും അജ്ഞതയിൽ ജീവിക്കുന്നവർ, ഇന്നും യേശു ക്രിസ്തു ആരാണെന്ന് അറിയാൻ പാടില്ലാതെ ജീവിക്കുന്നവർ, കർത്താവിൻ്റെ സ്നേഹം ഇന്നും അറിഞ്ഞിട്ടില്ലാത്ത, കർത്താവിൻ്റെ കരുതലുകൾക്ക് പാത്രീഭൂതരായി തീരാത്ത ഒരുപാട് പേർ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ദൈവകൃപയാൽ ആ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക്
കൃപ ദൈവം നൽകിയെങ്കിൽ ദൈവം നമ്മളെ ഒരു നിധിയായി കണ്ടതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. മറ്റുള്ളവരെക്കാൾ കർത്താവ് നമ്മളെ മാന്യമായി എണ്ണിയത് കൊണ്ടാണ് നമുക്ക് ആ സന്തോഷത്തിലോട്ട് വരാനായിട്ട് ഇടയായിത്തീർന്നത്. മറ്റാർക്കും കിട്ടാത്ത ഒരു സന്തോഷവും ആനന്ദവും സുഖകരമായിരിക്കുന്ന ആത്മീക സന്തോഷ ജീവിതങ്ങൾ നമുക്ക് ദൈവം നൽകി തരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ അധികം കർത്താവ് നമ്മെ ഒരു ട്രഷറായി, ഒരു നിധിയായി കർത്താവ് കണക്കാക്കിയിരിക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റാരേക്കാളും അധികം കർത്താവ് നിങ്ങളെ ഒരു നിധിയായി കണക്കാക്കിയിരിക്കുന്നു. അവന് നിങ്ങൾ ഏറ്റവും മാന്യരും വിലയേറിയവരുമാണ്. ലോകം നിങ്ങൾക്കൊരു വില തന്നിട്ടുണ്ടാകത്തില്ല. ലോകത്തിന് നിങ്ങളുടെ വില എന്താണെന്ന് അറിയാൻ പാടില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ, മക്കൾക്കോ, പ്രിയമുള്ളവർക്കോ, നിങ്ങളുടെ അമ്മയപ്പന്മാർക്കോ ഒക്കെ നിങ്ങളുടെ വില എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നിങ്ങളുടെ വില അറിയുന്ന ഒരുവൻ ഇന്ന് രാവിലെ നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ വില അറിഞ്ഞിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ്, എന്ന് വെച്ചാൽ തനിക്ക് ഏറ്റവും വലുതായിരുന്ന അവിടുത്തെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടിയിട്ട് നൽകിത്തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയതോർത്ത് ഇന്ന് രാവിലെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ നേടേണ്ടതിന്, നിങ്ങളെ സ്വന്തമാക്കേണ്ടതിന് പിതാവായ ദൈവം കൊടുത്ത വില എന്ന് പറയുന്നത് അവിടുത്തെ വലതുഭാഗത്ത് പ്രമോദത്തോടെ കൂടെ ഇരുന്ന പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടിയിട്ട് തകർത്തിട്ട്, നമുക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ട് നമ്മെ സ്വന്തമാക്കിയ ആ ദൈവ സ്നേഹം എത്ര വലുതാണ്. ദൈവോന്മുഖമായി ചിന്തിക്കുമ്പോൾ ആ നിധി എന്ന് പറയുന്നത് നാമാണ്. ആ വയൽ സ്വന്തമാക്കിയ യജമാനൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങളെ സ്വന്തമാക്കിയെങ്കിൽ, കർത്താവ് നിങ്ങളെ വിലയുള്ളവനായി കണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ലോകം നിങ്ങൾക്ക് വില തന്നിട്ടുണ്ടാകത്തില്ല, നിങ്ങളൊരു നിധിയാണെന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ടാകത്തില്ല. പക്ഷെ കർത്താവ് നിങ്ങളുടെ വില തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ മാന്യനായി കണ്ടിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ ഏറ്റവും വിലയേറിയവനായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിത്തന്ന വിലമതിക്കാനാകാത്ത ആ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ജീവിപ്പാൻ ഇന്ന് രാവിലെ ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.